നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വൻ തിരിച്ചടി നേരിട്ട് BJP. ഹരിയാനയിൽ കോൺഗ്രസ് തരംഗം. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നും പ്രവചനം. ജമ്മു കാശ്മീരിൽ തൂക്കുസഭയെന്നും സർവേ ഫലം. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് KPCC സർക്കുലർ. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടും മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചെന്ന മൗദൂദി പ്രചരണം ഏറ്റെടുത്ത് KPCC. സർക്കുലറിൽ വയനാട്ടിലെ കേന്ദ്ര അവഗണനയെക്കുറിച്ച് മിണ്ടാതെ കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങളെ LDFിൽ നിന്നകറ്റാൻ ഗൂഢനീക്കമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇലക്ടറൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടിൽ ഉറച്ച് സുപ്രീംകോടതി. സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി തള്ളി. CPIM പ്രവർത്തകൻ മൊകേരിയിൽ KP ശ്രീജിത്തിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 6 RSS പ്രവർത്തകർക്ക് 15 വർഷം തടവ്. ശിക്ഷിക്കപ്പെട്ടത് സംഘപരിവാർ കൊടും ക്രിമിനലുകൾ. സംരംഭകർക്ക് മികച്ച അവസരങ്ങളുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി. അന്യയെ മരണത്തിലേക്ക് നയിച്ചതുപോലുള്ള ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യം. തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്രാ വഴികൾ ഒരുക്കാനും നടപടി. ആകാശവാണി വാർത്തകളിലെ ജനകീയ ശബ്ദം M. രാമചന്ദ്രൻ അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് ശബ്ദം കൊണ്ടും ശൈലി കൊണ്ടും വേറിട്ട് നിന്ന വാർത്താ പ്രക്ഷേപകൻ. കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്ടോബർ 8, 9 തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും ഒക്ടോബർ 5 മുതൽ 9 വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഛത്തീസ്ഗഡിൽ നക്സലുമായുള്ള ഏറ്റുമുട്ടലിൽ 31 നക്സലുകളെ വധിച്ചതായി പോലീസ്. ഏറ്റുമുട്ടലിൽ ഒരു DRG ജവാന് പരിക്ക്. നാരായൺപൂർ ദന്തേവാഡ ജില്ലാ അതിർത്തിയിലെ വനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. അഞ്ച് സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ്. ദില്ലി, UP, മഹാരാഷ്ട്ര, അസം, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ 18 പ്രദേശങ്ങളിൽ പരിശോധന തുടരുന്നു. തീവ്രവാദ ബന്ധം സംശയിക്കുന്ന 7 പേർ കസ്റ്റഡിയിൽ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ K. സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. സുരേന്ദ്രൻ നൽകിയ വിടുതൽ ഹർജി പരിഗണിച്ചാണ് നടപടി. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. കോഴിക്കോട് നടക്കാവ് റോഡിലെ കൊട്ടാരം വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലുണ്ടായിരുന്ന 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. കോട്ടയത്ത് രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി വട്ടം മറിഞ്ഞു. രക്തസ്രാവത്തെ തുടർന്ന് രോഗി മരിച്ചു. കോട്ടയം പൊൻകുന്നം അട്ടിക്കലിലാണ് സംഭവം. പത്തനാപുരത്ത് ചിതൽവെട്ടിയിലെ പുലികളെ തുരത്താൻ പുലിമടയിൽ കയറി വനം വകുപ്പിന്റെ പുലികൾക്കായി വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന്
പുലികളെ നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിച്ച് വനം വകുപ്പ്. വിതുര മണലിയിലെ ആദിവാസി മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി 4 ആനകളാണ് നാട്ടിലിറങ്ങിയത്. പൊന്മുടി കുളച്ചിക്കര എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിലും കാട്ടാന ആക്രമണം രൂക്ഷം. മുൻ MLA-യും CPIM നേതാവുമായിരുന്ന ആനത്തലവട്ടം ആനന്ദിന്റെ ഓർമ്മകൾക്ക് ഇന്നൊരു വയസ്സ്. തിരുവനന്തപുരത്ത് അനുസ്മരണ ചടങ്ങുകൾ നടന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. പ്രിയ നേതാവ് ആനത്തലവട്ടം ആനന്ദിന്റെ ഓർമ്മ പുതുക്കി CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ആനത്തലവട്ടത്തിന്റെ വിയോഗം തൊഴിലാളി വർഗത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്നും എളമരം കരീം. പ്രതിപക്ഷ നേതാവിന്റെ കൊട്ടേഷൻ ഏറ്റുപിടിച്ച് ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇടപെടുന്നുവെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണിതെന്നും VK സനോജ്. CPI-യിൽ ഭിന്നതയില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഭിന്നതയുണ്ടെന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടി. പാർട്ടിയിൽ നടക്കുന്നത് ആരോഗ്യകരമായ ചർച്ച. ADGP-യെ മാറ്റി നിർത്തൽ സാധ്യമാക്കുമെന്ന് കരുതുന്നുവെന്നും മന്ത്രി. മുഖ്യമന്ത്രി ADGP-ക്കെതിരെ നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാനെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പൂരം കലക്കിയതിൽ DGP-യുടെ റിപ്പോർട്ട് ADGP-ക്കെതിരാണെന്നും വെള്ളാപ്പള്ളി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സുവർണ ജൂബിലി വർഷാചരണം തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി V ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സംരംഭകർക്ക് മികച്ച അവസരങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. DYFI-യുടെ നേതൃത്വത്തിൽ നടന്ന പ്രഥമ യൂത്ത് പ്രൊഫഷണൽ മീറ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ലധികം യുവതി യുവാക്കൾ മീറ്റിൽ പങ്കെടുത്തു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായിരുന്ന അബുലൈസുമായുള്ള ബന്ധത്തെ ന്യായീകരിച്ച് MK മുനീർ MLA. സ്വർണ്ണക്കടത്തുമായി തനിക്ക് ബന്ധമില്ല. അബുലൈസിന്റെ പേരിൽ നിലവിൽ കേസില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അബുലൈസും MK മുനീറുമായുള്ള ബന്ധം തെളിയിക്കുന്ന കൈരളി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു MK മുനീർ. ADGP-ക്കെതിരായ റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ കാത്തുനിൽക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. റിപ്പോർട്ട് വരട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് വിശ്വാസത്തിലെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കോൺഗ്രസ് യൂണിയൻ നേതാവിനെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് KK ശ്രീലാലിനെതിരെയാണ് നടപടി. തട്ടിപ്പിനിരയായി പണം നഷ്ടമായ 8 പേരാണ് കോൺഗ്രസ് സംഘടനാ നേതാവിനെതിരെ പരാതി നൽകിയത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ കാട്ടുപോത്ത് ചത്തു. പേപ്പാറ കുട്ടപ്പാറ സെക്ഷനിൽ വനമേഖലയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വീഴ്ചയിൽ കാലിനും ആന്തരിക അവയവത്തിനും പരിക്കുണ്ടാകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു.
തൃശൂർ വരവൂരിൽ മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടുപന്നിക്കൊരുക്കിയ വൈദ്യുത കെണിയിൽ അബദ്ധത്തിലകപ്പെട്ട് ഇരുവരും ഷോക്കേറ്റ് മരണമടഞ്ഞതായാണ് പ്രാഥമിക നിഗമനം. തൃശൂരിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കനെ 30 വർഷ കഠിന തടവിനും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ സംഖ്യയിൽ നിന്ന് 50,000 രൂപ അതിജീവിതയ്ക്ക് നൽകാനും കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലീഷ ഉത്തരവിട്ടു. പള്ളിപ്പുറം മുഴുത്തിരിയാവട്ടത്ത് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശി അനൂപ് പ്രകാശാണ് മരിച്ചത്. ചവറയിൽ ഗൃഹനാഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവം. പ്രതികൾ പോലീസ് പിടിയിൽ. നീണ്ടകര സ്വദേശി അനീഷ്, അൽഫോൺസ് എന്നിവരാണ് പിടിയിലായത്. വീട്ടിലെ ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് സംഘം ചേർന്ന് മദ്യപിച്ചത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദിച്ചത്. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാനികളിൽ ഒരാൾ അറസ്റ്റിൽ. ഇടുക്കി കീരിത്തോട് സ്വദേശി സുനീഷാണ് അറസ്റ്റിലായത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 26 കേസുകൾ നിലവിലുണ്ട്. സർക്കാരിന്റെ ഹൃദയം പദ്ധതിയിലൂടെ ജില്ലയിൽ 175 കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ഇതുവരെ 635 കുട്ടികളാണ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാമ്പ്രാണിക്കോടി ടൂറിസം കേന്ദ്രം ഓൺലൈൻ സംവിധാനം ക്രമീകരിച്ച ശേഷം തുറന്നു പ്രവർത്തിക്കുമെന്ന് കളക്ടർ N. ദേവിദാസ്. നവംബർ 1-ന് ടൂറിസം കേന്ദ്രം തുറക്കാനാവുന്ന വിധം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനും കളക്ടറുടെ നിർദ്ദേശം. ആഡംബരക്കാറിൽ കടത്തുകയായിരുന്ന വൻ ലഹരിമരുന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തു. വയനാട് കാട്ടിക്കുളത്താണ് സംഭവം. പ്രതി ബംഗളൂരു സ്വദേശി രാഹുൽ റായ് അറസ്റ്റിൽ. 276 ഗ്രാം മാജിക് മഷ്റൂമാണ് പിടിച്ചെടുത്തത്. കടലിൽ കുടുങ്ങിയ വള്ളത്തെയും 40 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്നലെ പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് എഞ്ചിൻ നിലച്ച നിലയിൽ കടലിൽ കുടുങ്ങിയത്. നിരന്തര കുറ്റവാളികളായ 2 യുവാക്കളെ കാപ്പ നിയമപ്രകാരം ജില്ലയിൽ നിന്നും നാടുകടത്തി. വൈക്കം വെള്ളൂർ സ്വദേശികളെയാണ് കോട്ടയം ജില്ലയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാടുകടത്തിക്കൊണ്ട് ഉത്തരവായത്. മധ്യവയസ്കനെ കബളിപ്പിച്ച് 99 ലക്ഷം രൂപ തട്ടിയ സംഘത്തിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി സ്വദേശികളായ 3 പേരെയാണ് ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ 40 കിലോ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടി മൈലം GV രാജ സ്പോർട്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി റോജർ മനോജ്. തുടർച്ചയായി 2ാം തവണയാണ് റോജർ സ്വർണ്ണ മെഡൽ ജേതാവാകുന്നത്. ആരാധകനായ രേണുകാസ്വാമിയുടെ പ്രേതം ജയിലിൽ വേട്ടയാടുകയാണെന്ന് നടൻ ദർശൻ. സ്വപ്നങ്ങളിൽ രേണുകാസ്വാമി വരികയാണെന്നും വേട്ടയാടുകയാണെന്നും ദർശൻ ജയിൽ അധികൃതരോട് പറഞ്ഞു. രേണുകാസ്വാമി കൊലപാതക കേസിൽ അറസ്റ്റിലായ ദർശൻ ഇപ്പോൾ ബെല്ലാരി ജയിലിലാണ്.
ഒക്ടോബർ 15-16 തീയതികളിൽ നടക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ കൗൺസിൽ ഓഫ് ഹെഡ്സ് യോഗം നടക്കും. യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകും. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ മോദി സർക്കാർ സൗകര്യമൊരുക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. സർക്കാരിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി ഏകദേശം 15,000 ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ടെന്നും ഖാർഗെ. ബലാത്സംഗത്തിന് കുറ്റാരോപിതനായ യുദ്ധവിമാന പൈലറ്റിന് ഇന്ത്യൻ എയർഫോഴ്സ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സുരക്ഷാ പ്രോട്ടോകോൾ ലംഘനത്തിന് അന്വേഷണ കോടതി കുറ്റം ചുമത്തി. അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കണമെന്നും ആവശ്യം. ഛത്തീസ്ഗഡിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാസേന. നാരായൺപൂർ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മാവോവാദികളെ സുരക്ഷാസേന വധിച്ചത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. നേതാവും മുൻ മന്ത്രിയുമായ ഹർഷവർദ്ധൻ പാട്ടീൽ ശരത് പവാറിന്റെ നാഷണലിസ്റ്റ് പാർട്ടിയിൽ ഉടൻ ചേരുമെന്ന് പ്രഖ്യാപിച്ചു. അനുയായികളുമായി നടത്തിയ ചർച്ചയിൽ അംഗീകാരം നേടിയ ശേഷമാണ് പാട്ടീൽ തീരുമാനം പ്രഖ്യാപിച്ചത്. മുംബൈയിൽ വെച്ച് ശരത് പവാറിനെ കണ്ടതായും പാട്ടീൽ. പൂനെയിലെ ബോബ്ദേബ് ഘട്ടിൽ 22-കാരിയായ യുവതിയെ 3 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പ്രതികൾക്കായി തെരച്ചിൽ നടത്തുമെന്നും പോലീസ് അറിയിച്ചു. കുടിയേറ്റ തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് നൽകാനുള്ള അവസാന തീയതി നിശ്ചയിച്ച് സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 6 ആഴ്ച സമയം അനുവദിച്ചു. ഈ സമയപരിധി പാലിക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്നും കോടതി. ബംഗളൂരുവിലെ 3 മുൻനിര കോളേജുകൾക്ക് ബോംബ് ഭീഷണി. ഇമെയിൽ വഴി ബോംബ് ഭീഷണി ലഭിച്ചതായി പോലീസ് പറഞ്ഞു. BMS കോളേജ്, MS രാമയ്യ കോളേജ്, BIT കോളേജ് എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. 6 മുതൽ 10 വരെയായിരിക്കും അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാവുകയെന്ന് വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി താലിബാൻ. അഫ്ഗാനിസ്ഥാനിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പ് കാലത്ത് പാകിസ്ഥാൻ വാണിജ്യ തടസ്സം സൃഷ്ടിക്കുന്നതായി താലിബാൻ. തടസ്സം സൃഷ്ടിച്ചാൽ മധ്യ ഏഷ്യയിലേക്കുള്ള പാകിസ്ഥാന്റെ പ്രവേശന കവാടം അടയ്ക്കുമെന്ന് അഫ്ഗാൻ. ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്ന മാർക്ക് സക്കർബർഗ്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനെ പിന്തള്ളിയാണ് സക്കർബർഗിന്റെ മുന്നേറ്റം. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.